ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ കെമിസ്ട്രീൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്സ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററിന് ലെറ്റസ് എസ് എസ് എന്ന് പറയുന്ന ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അവിടെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആയിരുന്നു അല്ലേ? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന് പലതരത്തിലുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ അവിടെ പഠിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മളവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഇസ് മീഥെയിൻ കൺവേർട്ടഡ് ടു ക്ലോറോമീഥെയിൻ? മീഥെയിൻ ക്ലോറോമീഥെയിൻ ആയി മാറുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആണോ? ഹൈഡ്രോക്ലോറിക് ആസിഡും സൺലൈറ്റിന്റെ പ്രസൻസിലാണോ? ഓക്സിജൻ പ്ലസ് ടെമ്പറേച്ചർ വരുന്ന വ്യത്യാസം, ആബ്സെൻസ് ഓഫ് ഓക്സിജന് ചൂടാക്കുമ്പോഴാണ്. ഇതിൽ ഏത് ഇതിലാണ് നമ്മളുടെ മീഥെയിൻ ക്ലോറോമീഥെയിനായിട്ട് മാറുന്നത്? അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. Methane is converted to chloromethane when it reacts with chlorine in presence of sunlight. അപ്പോൾ മീഥേന്റെ ഫോർമുല ഇതാണ്, CH4. ഈ മീഥേന്റെ കൂടെ ക്ലോറിൻ ആഡ് ചെയ്യുക. ആ ക്ലോറിൻ ആഡ് ചെയ്യുമ്പം ആരുടെ പ്രസൻസ് വേണം? സൺലൈറ്റിന്റെ പ്രസൻസ് വേണം, ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പൊ ഇതെന്താവും? നമുക്കറിയാം, ഇവിടുന്ന് ഒരു എച്ച് പോയി Cl അതിന്റെ പ്ലേസിൽ കയറും അല്ലേ? അപ്പൊ CH3Cl പ്ലസ് HCl, ബാക്കിയുള്ള ഒരു ഹൈഡ്രജനും ഇവിടുന്ന് പോയൊരു ബാക്കിയുള്ള ഒരു ക്ലോറിനും കൂടി കൂടിച്ചാണ് HCl ആയിട്ട് മാറും. അപ്പം ഇങ്ങനെ ഒരു റിയാക്ഷൻ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് വരുന്നത്? ക്ലോറിൻ പ്ലസ് സൺലൈറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. റൈറ്റ് ദ നെയിം ഓഫ് സച്ച് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. അപ്പൊ ഇതിൽ ഒരാളെ മാറി അതിന്റെ പ്ലേസിൽ ഹൈഡ്രജൻ പോയി, ഹൈഡ്രജൻ പ്ലേസിൽ ആര് കയറി? ക്ലോറിൻ കയറി. അപ്പം സ്ഥാനം മാറ്റം, ആ ടൈപ്പ് റിയാക്ഷൻ നമ്മൾ എന്താ പറയാ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പൊ ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതാണ് ബി ക്വസ്റ്റ്യന്റെ ആൻസർ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു കൺവേർട്ട് CH ട്രിപ്പിൾ ബോണ്ട് ചെയ്ത്, അതായത് ഈഥൈനെ നമുക്ക് ഈഥെയിൻ ആക്കി മാറ്റണം. അതായത് ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് സിംഗിൾ ബോണ്ടിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് എത്ര ഹൈഡ്രജൻ വേണം എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, ഈ ഈഥൈൻ്റെ കൂടെ നമ്മൾ 2 ഹൈഡ്രജൻ കൂടി ആഡ് ചെയ്യാൻ വിചാരിക്കും, H2. അപ്പൊ എന്താവും? ഒരു ഹൈഡ്രജൻ ഇവിടെയും പോവും, മറ്റേ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും പോവും. അപ്പം CH2 ഒരു ബോണ്ടേ പോവുള്ളൂ അല്ലെ? ഒരു പെയർ, ഒരു ബോണ്ട് മാത്രമേ പോവുള്ളൂ. 2 വരുമ്പോൾ ഓരോന്ന് ഇവിടെയും കയറി കഴിഞ്ഞാൽ ഒരു ആ ബോണ്ട് നഷ്ടപ്പെട്ടിട്ട് ട്രിപ്പിൾ ബോണ്ട് എന്തായി? ഡബിൾ ബോണ്ടായിട്ട് മാറി. ഇനി ഇതിന്റെ കൂടെ നമ്മൾ വീണ്ടും 2 ഹൈഡ്രജൻ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ അങ്ങോട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എത്ര ഹൈഡ്രജൻ ആഡ് ചെയ്ത്? 2 ഹൈഡ്രജൻ ആഡ് ചെയ്ത്. ഇവിടെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് 2 ഹൈഡ്രജനാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഹൈഡ്രജൻ CH3 ആയി, ഒരു ഹൈഡ്രജൻ ഇപ്പുറത്തേക്ക് ഇത് CH3 ആയി. അപ്പൊ C2H6 ആയില്ലേ? അപ്പൊ നമ്മൾ എത്ര ടോട്ടൽ ഹൈഡ്രജൻ ആഡ് ചെയ്ത്? 2 + 2 4 അല്ലെ? നമ്മൾ എത്ര ഹൈഡ്രജൻ ആഡ് ചെയ്ത്? 4 ഹൈഡ്രജൻ ആഡ് ചെയ്ത്. ഹൗ മെനി ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ ആഡഡ്? 4 ഹൈഡ്രജൻ ആറ്റംസ് ആർ ആഡഡ്. നമ്മൾ 4 ഹൈഡ്രജൻ ആറ്റംസിനെ ആഡ് ചെയ്തു. ഓക്കെ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. ഞാൻ കെമിക്കൽ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളിവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് അത് പോകുന്നത്. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതി നോക്കണം. ടു വിച്ച് കാറ്റഗറി ഡസ് ദിസ് കെമിക്കൽ റിയാക്ഷൻ ബിലോങ് ടു? ഇത് ഏത് കെമിക്കൽ റിയാക്ഷന്റെ കാറ്റഗറിയിലാണ് പെടുന്നത്? ആഡ് ചെയ്ത് നമ്മൾ ചെയ്തത്, ആഡ് ചെയ്യുന്ന റിയാക്ഷൻ എന്താ? എഡിഷൻ അല്ലേ? ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എഡിഷൻ ആണ്. അപ്പൊ ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? എഡിഷൻ റിയാക്ഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ ബിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് എഡിഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി തേർഡ് വൺ, കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഈഥൈൻ്റെ കൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ കോമ്പൗണ്ട് എന്താണ്? എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്താണ്? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? HCl H എന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും ഈ ക്ലോറിൻ ഇപ്പുറത്തേക്കും കയറും. ശരിയല്ലേ? ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോകും, ഒരു ക്ലോറിൻ ഇപ്പുറത്തുള്ള നമ്മളുടെ CH മുകളിലേക്കും കയറും.
അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? CH2 ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് കിട്ടും. ശരിയല്ലേ? CH2 ഡബിൾ ബോണ്ട് CHCl. ഇതെന്താ സാധനം അല്ലെ? ഇവിടെ ഡബിൾ ബോണ്ട് ചെയ്തുകൊണ്ട് എത്തീൻ ആണ്. ETHEN ആണ്. ക്ലോറോ എത്തീൻ. ഇതെന്താ സാധനം? ക്ലോറോ എത്തീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ക്ലോറോ എത്തീൻ അതിന്റെ IUPAC നെയിമാണ്. പക്ഷെ ഇത് അറിയപ്പെടുന്നത് വേറൊരു പേരിലാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സാധനത്തിന്റെ പേരാണിത്. ഇതാണ് എന്ത്? വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. എത്തിൻ, ക്ലോറോ എത്തിൻ എന്ന് പറയുന്നത് എന്താണ്? വിനൈൽ ക്ലോറൈഡ്. അങ്ങനെ കുറെ വിനൈൽ ക്ലോറൈഡ് കൂടി ചേർന്നതാണ് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പോളി വിനൈൽ ക്ലോറൈഡ് PVC ആയിട്ട് മാറുന്നത്. ഓക്കെ, അതാണ് ഇവിടെ താഴെ കാണിച്ചത്. N നമ്പർ ഓഫ്, എത്ര നമുക്കറിയില്ല, ലാർജ് നമ്പർ ഓഫ് എ എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്താണ്? വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ എത്തീൻ ആണ്. ഇതാണ് എ. ഓക്കെ, ഇതാണ് എ. പ്രൊഡക്റ്റ് ആണ് ഇവിടെ എഴുതിയത്. അപ്പം N നമ്പർ ഓഫ് ഈ വിനൈൽ ക്ലോറൈഡ് കൂടിച്ചേരാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇത് ഡബിൾ ബോണ്ട് ഒക്കെ ഓപ്പൺ അപ്പ് ചെയ്യാന്ന് പറയും. ഡബിൾ ബോണ്ട് ഒക്കെ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് കുറെ വിനൈൽ ക്ലോറൈഡുകൾ കൂടിച്ചേർന്നിട്ട് എന്തായി മാറും? പോളിവിനൈൽ ക്ലോറൈഡ് ആയിട്ട് മാറും. ഓക്കെ, അത് ഓർമ്മിക്കുക, പോളിവിനൈൽ ക്ലോറൈഡ് ആയിട്ട് മാറും. ഓക്കെ, N നമ്പേഴ്സ് ഓഫ് CH2 CHCl ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? ചിലപ്പോൾ ആ N ഇവിടെ എഴുതുന്നത് നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ എഴുതുന്നത് കാണാം. ഓക്കെ, അപ്പം ബി എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ് ആണ്, PVC, പോളിവിനൈൽ ക്ലോറൈഡ്. ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പോളി എന്ന് പറയുന്ന മെനി, നമുക്ക് തന്നെ അറിയില്ല എത്രയാണ്. പോളി വിനൈൽ ക്ലോറൈഡ് ആയിട്ട് മാറി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഇവിടെ N നമ്പർ ഓഫ് വിനൈൽ ക്ലോറൈഡ് കൂടി ചേരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് വെറുതെ ഇത് നടക്കൂല. ഇതിനെന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഹീറ്റ് കൊടുക്കണം, പ്രഷർ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് വേണം. അങ്ങനെ ഹീറ്റോ കാറ്റലിസ്റ്റോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ വിനൈൽ ക്ലോറൈഡുകൾ കൂടിച്ചേർന്നിട്ട് ഒരു ലോങ് ചെയിൻ കോമ്പൗണ്ട് ആയിട്ട് മാറും. അങ്ങനെ ലോങ് ചെയിൻ കോമ്പൗണ്ട് ആകുമ്പോൾ ഡബിൾ ചെയിൻ ഒക്കെ എന്താവും? ബ്രേക്ക്, ഓപ്പൺ അപ്പ് ചെയ്യാതെ അല്ലെ? അത് ഓപ്പൺ അപ്പ് ചെയ്യും. അതായത് പരസ്പരം ലിങ്ക് ചെയ്യുമ്പം ഡബിൾ ബോണ്ടൊക്കെ കൊണ്ട് നഷ്ടപ്പെടും. എന്നിട്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും ഓരോ യൂണിറ്റിന്റെ ഇടയിലും. ഇതാണ് ഒരു മോണോമർ യൂണിറ്റ് എന്ന് പറയും. അങ്ങനത്തെ ഓരോ മോണോമർ യൂണിറ്റിന്റെ ഇടയിലുള്ള ഡബിൾ ബോണ്ട് ഒക്കെ പോയി സിംഗിൾ ബോണ്ടായിട്ട് ഇവരങ്ങോട്ട് കൂടിച്ചേരും. എന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC ഉണ്ടാവുന്നത്. ഓക്കെ, ടു വിച്ച് കാറ്റഗറി ഡസ് ഈച്ച് ഓഫ് ദീസ് കെമിക്കൽ റിയാക്ഷൻസ് ബിലോങ്? ഏത് ടൈപ്പിലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് ഇത് ബിലോങ് ചെയ്യുന്നത്? അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് റിയാക്ഷൻ ആണ്? എഡിഷൻ റിയാക്ഷൻ അല്ലേ? അപ്പൊ ഫസ്റ്റ് കേസിൽ റിയാക്ഷൻ എന്താണ്? ഈ ഫസ്റ്റ് എന്താണ്? എഡിഷൻ റിയാക്ഷൻ ആണ്. അവിടെ HCl നമ്മൾ എന്താ ചെയ്തത്? ആഡ് ആണ് ചെയ്തത്. അപ്പൊ അത് എഡിഷൻ റിയാക്ഷൻ. സെക്കൻഡ്, കുറെ മോണോമർ യൂണിറ്റ്സ് കൂടി ചേർന്നിട്ട് ഒരു പോളി ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറാം. അതിന് നമ്മൾ എന്താ പറയുന്നത്? പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. കുറെ മോണോമറിക് യൂണിറ്റ് ജോയിൻ ചെയ്തിട്ട് പോളിമർ ആയിട്ട് മാറുന്ന റിയാക്ഷൻ നമ്മൾ പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പം ആ N മോളിക്യൂൾസ് ഓഫ് A B ആയി മാറുന്ന റിയാക്ഷൻ എന്താണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ രണ്ടും? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഗിവൺ പോളിമേഴ്സ് ഇസ് യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സർഫസ് ഓഫ് കുക്ക്വെയർ? ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് എണ്ണയില്ലാത്ത നമുക്ക് ദോശയും അങ്ങനത്തെ സാധനങ്ങൾ ചുട്ടെടുക്കാനുള്ള കുക്ക്വെയർസ് ഉണ്ട്. അപ്പം അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ സ്റ്റിക്ക് കുക്ക്വെയർ എന്ന് പറയും. അപ്പൊ ആ നോൺ സ്റ്റിക്ക് കുക്ക്വെയർ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതേപോലൊരു കെമിക്കൽ സാധനങ്ങൾ കൊണ്ടാണ്. ആ കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെഫ്ലോൺ. ഓക്കെ, അപ്പൊ കുക്കിംഗ് വെയർസ്, അതായത് നോൺ കുക്ക് വെയർസ് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്ത്? ടെഫ്ലോൺ എന്ന് പറയും. ടെഫ്ലോൺ ആണ് അതിന്റെ പേര്. അതിന് ശരിക്കുള്ള നെയിം ടെട്രാഫ്ലൂറോ ഈഥെയ്ൻ എന്നാണ്. അതായത് കുറെ ടെട്രാഫ്ലൂറോൺ
CF2 ഡബിൾ ബോണ്ട് CF2 എന്നാണ് അതിന്റെ ഫോർമുല വരുന്നത്. അങ്ങനത്തെ കുറെ എണ്ണം ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഇതാണ് സിംഗിൾ മോണോമർ. അപ്പം n നമ്പർ ഓഫ് CF2 ഫാമിലി സിംഗിൾ ബോണ്ട് അങ്ങോട്ട് അല്ലെ മാറും, ഡബിൾ ബോണ്ട് ഓപ്പൺ അപ്പ് ചെയ്യും. ഓക്കെ, അപ്പം അത് എന്തായി മാറും, ലോങ് ചെയിൻ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നുണ്ടാവും. ആ കോമ്പൗണ്ടിന്റെ പേരെന്താണ്, ടെഫ്ലോൺ എന്നാണ്. ടെഫ്ലോൺ ശരിക്കും എന്താ, ടെട്രാഫ്ലൂറോ ഈഥെയിൻ ആണ് സാധനം, ടെട്രാഫ്ലൂറോ ഈഥെയിൻ. അപ്പൊ മോണോമറിക് യൂണിറ്റ് എന്താണ്, ടെട്രാഫ്ലൂറോ. ടെട്രാഫ്ലൂറോ എന്ന് പറഞ്ഞിട്ട് 4 ഫ്ലോറിൻ മോളിക്യൂളാണ്, ടെട്രാഫ്ലൂറോ ഈഥെയിൻ. അപ്പൊ ഈ ഡബിൾ ബോണ്ട് കണ്ടിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഈഥെയിൻ ആയത് നിങ്ങൾ വിചാരിക്കരുതേ. കാരണം എന്താ വെച്ചാൽ ഇത് മോണോമർ ആണ്. അങ്ങനെ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുമ്പം ഇവരെന്ത് ചെയ്യും, n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇത് കൂടി ചേർന്നിട്ട്, നേരത്തെ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അങ്ങനത്തെ n നമ്പർ ഓഫ് മോണോമർ യൂണിറ്റ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ടെഫ്ലോൺ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ടാണ് ഇവിടെ ഈഥെയിൻ, ടെട്രാഫ്ലൂറോ ഈഥെയിൻ്റെ പേര് വന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. ഫിഫ്ത്ത് വൺ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ കണ്ടൻസേഷൻ പോളിമർ? Polyvinyl chloride PVC, nylon 66, Teflon. Which are the monomers of nylon 66? അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ടൈപ്പ് ചെയ്തിട്ടുള്ള എന്താണ് ഈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം പോളിമറൈസേഷൻ നമ്മൾ പഠിച്ചതല്ലേ, കുറെ മോണോമറിക് യൂണിറ്റ്സ് കൂടി ചേർന്നിട്ട് ഒരു ലോങ് ചെയിൻ കോമ്പൗണ്ട് ആയിട്ട് മാറാം. അതാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ പറയും. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടൻസേഷൻ പോളിമറൈസേഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പലതരത്തിലുള്ള മോണോമേഴ്സ്, ഒരേ യൂണിറ്റ് അല്ല. ഓക്കെ, മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോണോമർ കമ്പൈൻ ചെയ്തിട്ട് അതിന് ചെറിയ സിമ്പിൾ മോളിക്യൂൾസ്, ഫോർ എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾസ് ഒക്കെ പുറത്തേക്ക് പോവാം. ആ ടൈപ്പ് റിയാക്ഷൻ ആണ് എന്ത്, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണ്, ഒരേ ടൈപ്പ് അല്ല. ഇപ്പൊ നമ്മളിവിടെ n ടൈപ്പ് ഓഫ് ഈ ടെട്രാഫ്ലൂറോ ഈഥേൻ എന്ന് പറയും. അങ്ങനെ എല്ലാ മോളിക്യൂളും ടെട്രാഫ്ലൂറോ ഈഥേൻ അല്ല. ഇതിന്റെ കൂടെ പ്ലസ് വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസസ് ഉണ്ടാവും, പ്ലസ് വേറൊരു മോണോമറും ഉണ്ടാവും. അങ്ങനെ ഒന്നിൽ കൂടുതൽ മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് റിയാക്ഷൻ നടക്കുമ്പം ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ ടൈപ്പ് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് എന്ത്, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ PVC നമ്മൾ കണ്ടു, ടെഫ്ലോൺ നമ്മൾ കണ്ടു. അവിടെയൊക്കെ എന്താണ്, നോർമൽ പോളിമറൈസേഷൻ റിയാക്ഷൻ അല്ലേ. n മോളിക്യൂൾസ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോണോമർ ആണ് എവിടെ, PVC-യിലും വിനൈൽ ക്ലോറൈഡും, ടെഫ്ലോണിലാണെങ്കിൽ ടെട്രാഫ്ലൂറോ ഈഥേനും. ഓക്കെ, അപ്പൊ ബാക്കി ഇവിടെ ആരാ, നൈലോൺ 66 ആണ്. നൈലോൺ 66 ആണ് എന്ത്, നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, നൈലോൺ 66. കാരണം എന്താ വെച്ചാൽ ഈ നൈലോൺ 66 ഫോം ചെയ്തിട്ടുള്ള 2 ടൈപ്പ് ഓഫ് മോണോമറിക് യൂണിറ്റ്സ് ഉണ്ടാണ്. ആ 2 ടൈപ്പ് ഓഫ് മോണോമറിക് യൂണിറ്റ്സിൽ ഒന്ന് വരുന്ന അഡിപിക് ആസിഡ്, രണ്ടാമത്തത് ഹെക്സാ മെഥിലിൻ ഡൈഅമൈൻ. ഇത് രണ്ടെണ്ണം കൂടിയതാണ്. ഈ 2 മോണോമറിക് യൂണിറ്റ്സ് കൂടി ചേർന്നതാണ് നൈലോൺ 66 എന്ന് പറയുന്ന ഒരു പോളിമർ. ഓക്കെ, ക്ലിയർ ആയാലും എന്താന്നുള്ളത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, C12H22O11 പ്ലസ് H2O. അപ്പൊ ഇത് കോംപ്ലക്സ് ഷുഗർ ആണ്. അല്ലെ, ഇതൊരു കോംപ്ലക്സ് ഷുഗർ ആണ്. അപ്പം ഇതിന്റെ കൂടെ വെള്ളം അങ്ങോട്ട് ആഡ് ചെയ്തപ്പം ഒരു പ്രത്യേക തരത്തിലുള്ള അതാണ് നമ്മൾ A അവിടെ കൊടുത്തിട്ടുള്ളത്. അത് സിമ്പിൾ ഷുഗർ ആക്കി മാറ്റും. അതിലൊന്ന് ഗ്ലൂക്കോസ് ആണ്, മറ്റേ B എന്താ, അതും വേറൊരു ഷുഗർ ആണ്, അത് ഫ്രക്ടോസ് ആണ്. ഓക്കെ, ഗ്ലൂക്കോസും ഫ്രക്ടോസും. അപ്പൊ ഈ A ആരാന്നാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഈ റിയാക്ഷനെ പറ്റി അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ കാണണം, ഈ സെക്കൻഡ് ചാപ്റ്ററിന്റെ മുകളിലുള്ളത്. ഇത് നമ്മൾ ഫെർമെന്റേഷൻ എന്നാണ് പറയാം, ഫെർമെന്റേഷൻ റിയാക്ഷൻ. അപ്പം ഇവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷുഗറിനെ വാട്ടറോട് റിയാക്ട് ചെയ്യുമ്പം ഇവിടെ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമാണ് ഇൻവെർട്ടേസ് എന്ന് പറയുന്നത് കേട്ടോ, ഇൻവെർട്ടേസ്. ആ ഇൻവെർട്ടേസ് എന്ന് പറയുന്നത് ആ കോംപ്ലക്സ് ഷുഗറിനെ എന്താക്കി മാറ്റും, സിമ്പിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. അപ്പൊ ഈസ്റ്റ് വേണം ഇവിടെ. ഈസ്റ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ആ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഷുഗർ സിമ്പിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആയിട്ട് മാറും. പിന്നെ ഈ ഗ്ലൂക്കോസിന്റെ ഫ്രക്ടോസിന്റെ മുകളിലും
വേറൊരു എൻസൈം സി എന്ന് പറയുന്ന എൻസൈം റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ എൻസൈമാണ് സൈമേസ്. ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ബ്ലൂ കളറിലുള്ളതാണ് ആൻസർ. സൈമേസ് എന്താക്കി മാറ്റുന്നുണ്ട്, അതിനൊരു ആൽക്കഹോൾ ആക്കി മാറ്റും. എത്തനോൾ എന്ന് പറയുന്ന ആൽക്കഹോൾ ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റിയാക്ഷൻ ഷുഗർ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ആൽക്കഹോൾ. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്, ഫെർമെന്റേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഫെർമെന്റേഷൻ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് ഒരു ആൽക്കഹോൾ കിട്ടി. ഓക്കെ, ഇനി ഈ ആൽക്കഹോളിൽ 8 മുതൽ 10% എത്തനോൾ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് വാഷ്. അതാണ് നമ്മളുടെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് വാഷ്. അപ്പൊ നമുക്ക് ഇങ്ങനെ റിയാക്ഷൻ നടത്തിയിട്ട് 8 to 10% ആയിട്ടുള്ള എത്തനോൾ തന്നെയാണ് നമ്മൾ വാഷ് എന്ന് പറയുന്നത്. ഈ എത്തനോൾ അതായത് വാഷിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് സബ്ജക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്യുവർ ആയിട്ടുള്ള 95.6% ഓഫ് എത്തനോൾ കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. റെക്ടിഫൈഡ് സ്പിരിറ്റ് ഇത് കുറച്ച് പവർഫുൾ ആണ് അല്ലെ. ആൾക്കാർ എന്ത് ചെയ്യും, ഇത് ബെവറേജ് ആയിട്ട്, ആൽക്കഹോൾ അല്ലേ, അതങ്ങോട്ട് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓർഡർ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കുറച്ച് പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യും കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിന്റെ കൂടെ നമ്മൾ ആ പോയ്സണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീനേച്ചേർഡ് സ്പിരിറ്റിനായിട്ട് മാറും. ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ എന്താ പറയുന്നത്, ഡീനേച്ചറിങ് എന്ന് പറയും. ഇത് എന്തിനാ വേണ്ടി ചെയ്യുന്നതാ, ടു പ്രിവെന്റ് ഇറ്റ്സ് മിസ്യൂസ് ആസ് എ ബെവറേജ്. ലഹരി പദാർത്ഥമായിട്ട് ഇത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡീനേച്ചർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. 7th one, how is ethanoic acid prepared industrially? അപ്പൊ എത്തനോൾ എങ്ങനെയാണ് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ചെയ്യുന്ന എന്താച്ചാൽ മെത്തനോൾ, മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെത്തനോളിനെ നമ്മൾ കാർബൺ മോണോക്സൈഡിൽ ട്രീറ്റ് ചെയ്യും ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. കാറ്റലിസ്റ്റ് പറഞ്ഞാൽ എന്താ, റിയാക്ഷന്റെ സ്പീഡ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുന്ന സാധനത്തിനെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകത ഉണ്ട്, അവർ റിയാക്ഷനിൽ പങ്കെടുക്കാനും പാടില്ല. ഓക്കെ, അപ്പൊ ഇവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ റേറ്റ് കൂടും, അതായത് ഫാസ്റ്റ് കൺവേർഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇവിടെ എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക, അപ്പോൾ ഒരു ആൽക്കഹോളിനെ ആസിഡ് ആക്കി മാറ്റി. അപ്പം എത്തനോള് ഇതെന്തായി മാറി, മെത്തനോൾ എന്തായി മാറി, എത്തനോയിക് ആസിഡ് ആയിട്ട് മാറി. അപ്പൊ ഈ എത്തനോയിക് ആസിഡ് 5 to 8% എത്തനോയിക് ആസിഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് വിനീഗർ. വിനീഗർ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലേ, പ്രിസർവേറ്റീവ് ആണ്, പിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, നമുക്ക് പരിചയമുള്ള സംഭവമാണ്. അതിന്റെ കെമിക്കൽ നെയിം എന്താ, എത്തനോയിക് ആസിഡ് എന്നതിന് പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇവിടെ നമുക്ക് എത്തനോയിക് ആസിഡ് തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ നമ്മൾ ഒരു ആൽക്കഹോളും കൂടി ആഡ് ചെയ്യും. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത്, ഒരു ഓർഗാനിക് ആസിഡിന് കൂടെ ആൽക്കഹോൾ അങ്ങോട്ട് നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് നമുക്ക് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലായി നടക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എസ്റ്റർ എന്ന് പറയും അല്ലെ. ഇതൊരു എസ്റ്റർ ആണ്, എസ്റ്റർ. അപ്പം എസ്റ്റർ ഫോം ചെയ്യുന്ന by reaction between an organic acid and an alcohol in presence of concentrated sulfuric acid is known as esterification reaction. ഇതിനെ വിളിക്കുന്ന പേരാണ് esterification reaction എന്നുള്ളത്. Esterification reaction. What is the name of the ester formed? ഈ എസ്റ്ററിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ എത്തനോയേറ്റ്. മീഥൈൽ എത്തനോയേറ്റ്. ഓക്കെ, CH3COO CH3 ഇതിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ എത്തനോയേറ്റ്. ഇനി എന്തെങ്കിലും 2 യൂസസ് ഓഫ് എസ്റ്റേഴ്സ് ചെയ്താൽ, സാധാരണ നമ്മൾ ബോഡി സ്പ്രേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ബോഡി സ്പ്രേയിൽ ഡിഫറെന്റ് ഓഡോർ ഉണ്ടാവും, സ്മെല്ലുണ്ടാവും. അപ്പോൾ പെർഫ്യൂംസിൽ ആഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളിപ്പം കഴിക്കുന്ന പലതരം ഐസ്ക്രീം, ഫ്രൂട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അതിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാനും ആരെ ഉപയോഗിക്കുന്നുണ്ട്, ഈ എസ്റ്റേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് 2 യൂസസ് ഓഫ് എസ്റ്റേഴ്സ്. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പം 8 ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ ലെറ്റർ എസ്എസിൽ ഉണ്ടായിരുന്നത്. മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ വീഡിയോ തീർച്ചയായിട്ടും കാണണം. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. இந்த ക്ലാസ് മനസ്സിലായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും. താങ്ക് യു.